നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ കൂത്തുപറമ്പ്, അഴീക്കോട് മണ്ഡലങ്ങളിലെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ മുസ്ലിം ലീഗ് അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ അടങ്ങിയ സമിതിയാണ് തോൽവിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച നേട്ടമുണ്ടാക്കിയപ്പോൾ UDF തരംഗത്തിനിടയിൽ കണ്ണൂരിൽ മുസ്ലിം ലീഗിന് നിലം തൊടാനായിട്ടില്ല. കോൺഗ്രസിനും ലീഗിനും ഒരുപോലെ സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളാണ് അഴീക്കോടും കൂത്തുപറമ്പും. അഴീക്കോടാകട്ടെ 2 തവണ KM ഷാജി വിജയിച്ചു കയറിയ മണ്ഡലം കൂടിയാണ്. എന്നാൽ ശക്തമായ UDF തരംഗത്തിനിടയിലും ഈ 2 മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗിന് അടിപതറി. 2 മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ പറ്റുമെന്ന കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നെങ്കിലും 2ഇടത്തും തോറ്റു. ഇതിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കരീം ചേലേരി മത്സരിച്ച അഴീക്കോട് മണ്ഡലത്തിലെ തോൽവി പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തോൽവി പഠിക്കാൻ അഡ്വക്കേറ്റ് S മുഹമ്മദിന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതിയെ ജില്ലാ ലീഗ് നേതൃത്വം നിയോഗിച്ചത്. കോൺഗ്രസിന് സ്വാധീനമുള്ള മേഖലകളിലുണ്ടായ വോട്ട് ചോർച്ചയാണ് ലീഗിന്റെ തോൽവിക്ക് പ്രധാന കാരണമായത്. ഇത് സംബന്ധിച്ച് സമിതി വിശദമായ വിവരം ശേഖരിക്കും. കൂത്തുപറമ്പിൽ പ്രാദേശിക ലീഗ് നേതാക്കൾ തന്നെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചു എന്നാണ് വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ മണ്ഡലം ജനറൽ സെക്രട്ടറിയെയും ഭാര്യയെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കൂത്തുപറമ്പ് മണ്ഡലത്തിൽ 1286 വോട്ടിനാണ് പാർട്ടി ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറിയായ ജയന്തി രാജൻ തോറ്റത്. UDF തരംഗത്തിനിടയിലുമുണ്ടായ തോൽവിയെ നേതൃത്വം ഗൗരവത്തോടെയാണ് കാണുന്നത്. ജനം, കണ്ണൂർ.